വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ ഇലക്ട്രോഫോറിസിസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ നമ്മൾ ജെൽ, കാപ്പിലറി, പേപ്പർ ഇലക്ട്രോഫോറിസിസ് എന്ന ടൈപ്പ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മൂവിംഗ് ബൗണ്ടറി ഇലക്ട്രോഫോറിസിസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മൂവിംഗ് ബൗണ്ടറി ഇലക്ട്രോഫോറിസിസ്? മൂവിംഗ് ബൗണ്ടറി ഇലക്ട്രോഫോറിസിസ് എന്ന ടെക്നിക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ടിസേലിയസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രോഫോറിറ്റിക് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരു ക്വാഡ്സ് യു ഷേപ്ഡ് ട്യൂബാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ക്വാഡ്സ് യു ഷേപ്ഡ് ട്യൂബാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇതിൽ സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാക്ഷനേറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് ഈ യു ഷേപ്ഡ് ട്യൂബിൽ. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അൺസ്റ്റെബിലൈസ്ഡ് ബഫർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ്സ് വെച്ച് നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് അതിലേക്ക് സപ്ലൈ ചെയ്യുകയാണ്. എൻഡ്സ് ഓഫ് ദ ട്യൂബിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എൻഡ്സ് ഓഫ് ട്യൂബിൽ എന്തുണ്ട്? ഇലക്ട്രോഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോഡ്സ് വഴി നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ അവിടേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? മൊബിലിറ്റിയിൽ ഡിഫറൻസസ് കോസ് ചെയ്ത് സെപ്പറേഷൻ നടക്കുന്നുണ്ട്. മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക? ഈ ഫ്രീ മൂവിങ് സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മൂവ്മെൻ്റ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ വരുന്നത്. അതിലെന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് സപ്പോർട്ടിംഗ് മീഡിയം. ഇവിടെ ഒരു സപ്പോർട്ടിംഗ് മീഡിയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മൂവിംഗ് ബൗണ്ടറി ഇലക്ട്രോഫോറിസിസ്. ഒന്നും കൂടി പറയാം. ആദ്യമായിട്ട് യൂസ് ചെയ്തത് ടിസേലിയസ് ആണ്. ഇലക്ട്രോഫോറിറ്റിക് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ക്വാഡ്സ് യു ഷേപ്ഡ് ട്യൂബ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സാമ്പിളിന് നമ്മൾ ഈ യു ഷേപ്ഡ് ട്യൂബിൽ ഫ്രാക്ഷനേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്ത് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്? അൺസ്റ്റെബിലൈസ്ഡ് ബഫർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ രണ്ട് ട്യൂബിൻ്റെ അറ്റത്തായിട്ട് ഇലക്ട്രോഡ്സ് പ്രസൻ്റ് ആണ്. അതുവഴി നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും? മൊബിലിറ്റി ഡിഫറൻസസിനെ ബേസ് ചെയ്ത് അവിടെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ മൂവിങ് സൊല്യൂഷനിലെ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്തിൻ്റെ ആബ്സെൻസിൽ? സപ്പോർട്ടിംഗ് മീഡിയത്തിൻ്റെ ആബ്സെൻസിൽ. ഞാൻ ഇതിലും ഫിഗർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഈ അപ്പാരറ്റസിൽ ഒരു യു ഷേപ്ഡ് ട്യൂബ് ഉണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് പ്രസൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെല്ലിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുമ്പോൾ ലയോഫിലിക് സൊല്യൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഈ സാമ്പിൾ സൊല്യൂഷൻ നമ്മൾ യൂട്യൂബിൻ്റെ ബോട്ടത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഒരു കാപ്പിലറി ആം വഴി യൂട്യൂബിൻ്റെ ബോട്ടത്തിൽ കൂടെ നമ്മൾ സാമ്പിൾ സൊല്യൂഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പർ പാർട്ടിൽ എന്താ ഉള്ളത്? ബഫർ സൊല്യൂഷൻ മാത്രമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കെയർ എടുക്കണം. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കെയർ എടുക്കണം. കാരണം നമ്മുടെ സൊല്യൂഷനിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? കൺവെക്ഷനിൽ ഒരു ഡിസ്റ്റർബിങ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെയർ അവിടെ എടുക്കേണ്ടത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അപ്പാരറ്റസ് നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഭാഗത്തിന് 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഈ ഒരു ടെമ്പറേച്ചറിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. സോ ഡെൻസിറ്റി ഡിഫറൻസും കൺവെൻഷൻ കറണ്ടും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നത്. അടുത്തത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷത്തിന് പറയുമ്പോൾ ആനിയോണിക് സ്പീഷീസ് കണ്ടോ? ആനിയോണിക് സ്പീഷീസ്. ഇവിടെ ആനിയോണിക് സ്പീഷീസ് സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ എടുക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബഫർ സൊല്യൂഷനിൽ മിക്സ് ചെയ്യണം. ഈ ബഫർ സൊല്യൂഷനിൽ മിക്സ് ചെയ്യുക. ഇതാണ് യു ഷേപ്ഡ് ട്യൂബ്. ഈ ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആനിയോണിക് സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്? ആനോഡിൻ്റെ ഡയറക്ഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാറ്റയോണിക് സ്പീഷീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കാറ്റയോൺസിൻ്റെ അല്ലെങ്കിൽ കാഥോഡിൻ്റെ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ പാർഷ്യൽ സെപ്പറേഷൻ നടക്കും. അതിനുശേഷം 2 സീരീസ് ഓഫ് മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യുക? 2 സീരീസ് ഓഫ് മിക്സ്ചർ സോൺസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നമുക്കൊരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ആനിയോണിക് സ്പീഷീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാരോ ബോർ ട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേഷൻ ചേംബർ ആയിട്ട്. അതൊരു ആനോഡിലോട്ടും കാഥോഡ് കമ്പാർട്ട്മെൻറ്റിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആനോഡ് കമ്പാർട്ട്മെൻറ്റും നാരോ ബോർ ട്യൂബും നമ്മൾ ഇലക്ട്രോലൈറ്റ് വെച്ച് ഫില്ല് ചെയ്യും. അതിനുശേഷം കാഥോഡ് കമ്പാർട്ട്മെൻറ്റിലോട്ട് സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ആനിയോണിക് സ്പീഷീസ് എന്ത് ചെയ്യും? ആനോഡിലോട്ട് മൂവ് ചെയ്യും. സാമ്പിൾ ആനിയോൺസ് എന്ത് ചെയ്യും? ആനിയോണിക് സ്പീഷീസ് ഓഫ് ലീഡിങ് ഇലക്ട്രോലൈറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എഫക്റ്റീവ് മൊബിലിറ്റി ഈസ് ഹയർ. എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതെന്താണ്? വിച്ച് ഈസ് മോർ മൊബൈൽ ദാൻ either സബ്സ്റ്റൻസ് ഓഫ് ദ സാമ്പിൾ ഈസ് പാർഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ബി ആൻഡ് സി. ഓക്കെ, ഈ എ എന്ന് പറയുന്നത് കൂടുതൽ മൊബൈലായിട്ടുള്ള എനെ നമ്മൾ എന്ത് ചെയ്യാണ്? പാർഷ്യലി ബിന്നും സിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്.
അതിനുശേഷം എന്ത് ചെയ്യും, ബിയിനും സിയിനും തമ്മിലൊരു സെക്കൻഡ് സാമ്പിൾ സോൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം തേർഡ് സോൺ കണ്ടെയ്ൻ ചെയ്യും. അതിലെന്തുണ്ടായിരിക്കും, എ ബി സി മിക്സ്ചർ ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. അടുത്തത് അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ്. ഡിറ്റക്ഷൻ മെത്തേഡിൽ 2 മെത്തേഡാണുള്ളത്. ഒന്ന് സ്ക്ലീറൻ ഒപ്റ്റിക്കൽ മെത്തേഡും ഫിൽപോർട്ട് സ്റ്റീവൻസൺ അല്ലെങ്കിൽ ഷാഡോ മെത്തേഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. സ്ക്ലീറൻ ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ലേസർ ഫോക്കസിങ് ലെൻസ് ഉണ്ട്, ലൈറ്റ് ബീം ഉണ്ട്, പൊസിഷൻ സെൻസർ ഉണ്ട്. ഇത് നമ്മൾ മൂവിങ് ബൗണ്ടറി ഇലക്ട്രോഫോറസിസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാണുന്നത്. ലേസർ ബീം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സെപ്പറേഷൻ കാപ്പിലറിയിലോട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്യും. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേഡിയൻറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ന്യൂ ബൗണ്ടറീസിൻ്റെ അറൈവൽ വഴി. ഈ ഒരു മെത്തേഡിൽ സെപ്പറേഷൻ നടക്കുക വിത്തിൻ 30 സെക്കൻഡ്സ് ആണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അമിനോ ആസിഡ്സിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ക്ലീറൻ ഒപ്റ്റിക്കൽ മെത്തേഡ്. അതിൻ്റെ ജസ്റ്റ് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഫിൽപോർട്ട് സ്റ്റീവൻസൺ അല്ലെങ്കിൽ ഷാഡോ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ സൊല്യൂട്ടും ബഫറും തമ്മിലുള്ള ബൗണ്ടറി എങ്ങനെയാണ് അപ്പിയർ ചെയ്യുക, ഡാർക്ക് ലൈനായിട്ട് ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. ഇതിന് നമ്മളൊരു സിലിണ്ടറിക്കൽ ലെൻസ് യൂസ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്യുന്നുണ്ട്. അവിടെ ബൗണ്ടറീസ് പീക്കായിട്ടാണ് കാണുന്നത്. ഹൈറ്റ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് പ്രോട്ടീനോട് പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഇലക്ട്രോഫോററ്റിക്കലി ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ആക്റ്റീവ് ഫ്രാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീനാച്ചുറിങ് ഏജൻറ്റ്സ് ഉപയോഗിക്കാതെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു റെഫറൻസ് മെത്തേഡാണ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. മൈന്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് സാമ്പിളിനെ വരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്നിക്കിലെ റെസൊല്യൂഷൻ ഭയങ്കര കുറവായിരിക്കും. പിന്നെ എന്താണ്, ഓവർലാപ്പിംഗ് ഓഫ് സാമ്പിളൊക്കെ ഉണ്ടാവും. ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് ഇതെന്താ, നമുക്ക് കോംപ്ലക്സ് ബയോളജിക്കൽ സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സ്യൂട്ടബിൾ അല്ല. ഇൻസ്റ്റെഡ് നമുക്ക് എന്ത് ചെയ്യാം, അത് മോളിക്യൂൾസിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ മോളിക്യൂൾസിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവിങ് ബൗണ്ടറി ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കാം. ഇതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്തതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. മാക്രോ മോളിക്കുലർ സിസ്റ്റത്തിൻ്റെ ഹോമോജനിസിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ബയോകെമിക്കൽ ആൻഡ് ക്ലിനിക്കൽ ഫീൽഡ്സിന് യൂസ് ചെയ്യും. അതായത് പ്രോട്ടീൻ മിക്സ്ചേഴ്സിനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്കോപ്പാലമീൻ്റെ സെപ്പറേഷനും എഫിഡ്രിൻ്റെ സെപ്പറേഷനും യൂസിങ് pH 4.2 യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ റിസർച്ചിനും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ഓർഗാനിക് ആസിഡ്സിൻ്റെ കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്, ഇൻസുലിൻ്റെ ഒക്കെ സെപ്പറേഷന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, മൂവിങ് ബൗണ്ടറി ഇലക്ട്രോഫോറസിസ് ആണ് നോക്കിയത്. മൂവിങ് ബൗണ്ടറി ഇലക്ട്രോഫോറസിസ്, അതിൻ്റെ ഫിഗർ, ഇൻസ്ട്രുമെൻറ്റേഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ, ഡിറ്റക്ഷൻ മെത്തേഡിൽ സ്ക്ലീറൻ ഒപ്റ്റിക്കൽ മെത്തേഡും ഫിൽപോർട്ട് സ്റ്റീവൻസൺ അല്ലെങ്കിൽ ഷാഡോ മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോഫോറസിസ് എന്നൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ബിഫാം മലയാളം വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അതുപോലെ ഇനിയും ബിഫാം മലയാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.